നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ജൂൺ മാസത്തിൽ ആരംഭിക്കുന്ന വലിയ ടൂർണമെൻ്റ് ഉണ്ടല്ലോ, അതിൽ നമ്മൾ കപ്പടിക്കും, ബ്രസീൽ ലോക ചാമ്പ്യന്മാരാവും. ഓ, ബ്രസീലിയൻ ആരാധകർ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാഴ്ചയാണ്. അതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്ന നെയ്മർ ജൂനിയറാണ്. ഇപ്പോൾ ഇന്നലെ കളി ഉണ്ടായിരുന്നു, കിങ്സ് ലീഗിലെ മത്സരമാണ് അത്. അതിൽ രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം ഏറ്റുമുള്ള തരത്തിലുള്ള ഒരു മത്സരം. അപ്പോൾ അത് കാണാൻ വേണ്ടി നെയ്മർ ജൂനിയർ എത്തിയിരുന്നു. ബ്രസീൽ ചിലിയെ പരാജയപ്പെടുത്തി വേൾഡ് കപ്പ് ചാമ്പ്യൻ എന്ന രൂപത്തിൽ, കിങ്സ് ലീഗ് മത്സരങ്ങളുടെ ചാമ്പ്യൻ എന്ന രൂപത്തിലേക്ക് മാറുന്നു. സോ ആ മത്സരത്തിന് ശേഷമാണ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കിരീടമൊക്കെ നേടിയതിന് ശേഷം കിങ്സ് വേൾഡ് കപ്പ് നേഷൻസ് ചാമ്പ്യൻസ് ബ്രസീൽ എന്ന 2026 നേട്ടത്തിന് ശേഷമാണ് നെയ്മർ ജൂനിയറുടെ ഈ ഒരു പ്രതികരണം വരുന്നത്. നെയ്മർ ജൂനിയർ പറയുന്നത്, നമ്മളിതാ ഈ വർഷത്തെ ഫസ്റ്റ് ടൂർണമെൻ്റ് ആണല്ലോ ഇത് കിരീടത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ ജൂൺ ജൂലൈയിലെ ടൂർണമെൻറ്റിന് പോവുകയാണ്. എല്ലാം നല്ല രൂപത്തിലായിരിക്കും. ബ്രസീലായിരിക്കും ആ വേൾഡ് കപ്പിലെ ചാമ്പ്യന്മാർ. ഒരിക്കൽ കൂടി നമ്മൾ കിരീടം ചൂടും എന്ന് നെയ്മർ ജൂനിയർ ആത്മവിശ്വാസത്തോടു കൂടി പറയുമ്പോൾ അത് ആരാധകർക്ക് വലിയ ഒരു പ്രതീക്ഷ സമ്പാദിക്കുന്നുണ്ട്. ആ വേൾഡ് കപ്പ് നെയ്മർ ജൂനിയർ നേടുമോ, നെയ്മർ കളിക്കുമോ എന്നൊരു ചോദ്യം മറുഭാഗത്തുണ്ട്. എന്നാൽ പോലും അദ്ദേഹം ഇതാ കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തുന്നതിൻ്റെ തൊട്ടരികിലാണ്. ഫെബ്രുവരി മാസത്തിലെ സാവോപോളക്കെതിരെ നടക്കുന്ന മത്സരങ്ങളോടുകൂടി അദ്ദേഹം കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തുമെന്ന് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സമയത്താണ് നെയ്മർ ജൂനിയറും വളരെ ആവേശത്തോടു കൂടി പറയുന്നത്, ജൂൺ ജൂലൈ മാസത്തിൽ നടക്കുന്ന വേൾഡ് കപ്പ് ഉണ്ടല്ലോ, അത് നമ്മൾ നേടും, നമ്മൾ വേൾഡ് ചാമ്പ്യന്മാരാവുമെന്ന്. കാത്തിരിക്കാം ബ്രസീലിൻ്റെയും നെയ്മറുടെയും വേൾഡ് കപ്പിലെ പെർഫോമൻസുകൾക്ക് വേണ്ടി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.